നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്ക എണ്ണ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക്. അമേരിക്കയുടെ ബൃഹത്തായ എണ്ണ വാതക നിക്ഷേപങ്ങൾ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്നതിന് തുടക്കമായി. വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് 2020 ആവുമ്പോഴേക്ക് അമേരിക്ക ഊർജ്ജ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാകും. കഴിഞ്ഞ 40 വർഷത്തിൽ ആദ്യമായി ചൈന അമേരിക്കയെ മറികടന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായി തീർന്നിരിക്കുകയാണ്. നോർത്ത് ഡക്കോട്ട, ഒഹായോ, പെൻസിൽവേനിയ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി എണ്ണ ഉൽപാദനം ദിവസേന 1.5 മില്യൺ ബാരലാണ്. 1973 എണ്ണ പ്രതിസന്ധിക്ക് ശേഷം എണ്ണ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന അമേരിക്കയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇപ്പോൾ. ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന പദവി അമേരിക്കയിൽ നിന്നും ചൈനയിലെത്തിയതോടെയാണ് എണ്ണ വിപണിയിലും അനുബന്ധ മേഖലകളിലും ഉണ്ടായേക്കാവുന്ന വൻ മാറ്റങ്ങളെ നിരീക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. 2012 ഡിസംബറിലാണ് എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ചൈന അമേരിക്കയെ മറികടന്നത്. സ്വന്തം മണ്ണിൽ നിന്നും അമേരിക്ക കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതാണ് പ്രകടമായ ഈ മാറ്റത്തിന് പ്രധാന കാരണം. 2012 ഡിസംബറിൽ നോർത്ത് ഡക്കോട്ട, ഒഹായോ, പെൻസിൽവേനിയ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ദിവസേന 1.5 ദശലക്ഷം ബാരൽ എണ്ണയാണ് അമേരിക്ക ഉൽപ്പാദിപ്പിച്ചിരുന്നത്. എണ്ണ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നായ ഇറാന്റെ മൊത്തം കയറ്റുമതിയേക്കാൾ കൂടുതലാണിത്. എണ്ണ കയറ്റുമതി ഇറക്കുമതി കണക്കുകൾ എന്നതിലുപരി ആഗോള വാണിജ്യ രാഷ്ട്രീയ മേഖലകളിൽ സമഗ്ര മാറ്റം വരുത്തിയേക്കാവുന്ന പ്രവണതയാണിതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഈ മാറ്റം ആഗോള സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഏറെ ഫലം ചെയ്യുമെങ്കിലും എണ്ണ കയറ്റുമതി മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന വൻ പ്രത്യാഘാതങ്ങൾ നിരീക്ഷകർ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. അതേസമയം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായി ഇതര രാജ്യങ്ങളെ അമിതമായി ആശ്രയിച്ചതിന്റെ തിക്തഫലങ്ങൾ അമേരിക്കയിൽ ആഭ്യന്തര എണ്ണ ഖനനത്തിന് കൂടുതൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പുതിയ മാറ്റങ്ങൾ തെളിയിക്കുന്നു. ഖനന മേഖലയിൽ വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക വിദ്യകൾ അമേരിക്കയിലെമ്പാടും ഒട്ടേറെ പെട്രോളിയം, പ്രകൃതിവാതക ഇന്ധന സ്രോതസ്സുകൾ തുറക്കാൻ സഹായകമായിട്ടുണ്ട്. ഇതോടൊപ്പം വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയുടെ കാര്യത്തിൽ ഒബാമ ഭരണകൂടം പുലർത്തുന്ന കർശന നിയന്ത്രണങ്ങളും വിദേശ എണ്ണയുടെ ഡിമാൻഡ് കുറച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതര ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗത്തിലെത്തിക്കുക കൂടി ചെയ്യുന്നതോടെ ഈ ദശകത്തിനൊടുവിൽ തന്നെ അമേരിക്ക ഇന്ധന സ്വയം പര്യാപ്തതയിലെത്തുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൈരളി USAയ്ക്ക് വേണ്ടി ഡാലസിൽ നിന്നും മഞ്ജീത് കാനിക്കര. അമേരിക്കയിലേക്ക് വരുന്നതിനായുള്ള ജോലി അധിഷ്ഠിതമായ H-1B വിസയ്ക്ക് വൻ തിരക്ക്. അനുവദിച്ചിട്ടുള്ള 85,000 വിസയ്ക്കായി 1,24,000 പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ സ്വീകരിച്ച ആദ്യ ദിവസം തന്നെ അപേക്ഷകളുടെ എണ്ണത്തിന്റെ പരിധി കഴിഞ്ഞതായി ഇമിഗ്രേഷൻ അധികൃതർ അറിയിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് 85,000 പേരെ നറുക്കിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2008 ശേഷം ആദ്യമായാണ് H-1B വിസകൾക്ക് ഇത്രയധികം അപേക്ഷകൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്നത്. ഇത്തവണ 65,000 വിസ പ്രൊഫഷണൽ ജോലിക്കാർക്കും 20,000 വിസ അഡ്വാൻസ്ഡ് ഡിഗ്രി എക്സംപ്റ്റഡ് വിഭാഗത്തിനുമാണ് നൽകിയിട്ടുള്ളത്. അമേരിക്കൻ കമ്പനികളുടെ ലാഭം വർദ്ധിക്കുന്നതനുസരിച്ച് തങ്ങളുടെ ജോലിക്കാർക്ക് ശമ്പള വർധനവും ആനുകൂല്യങ്ങളും നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് റിപ്പോർട്ട്. ഗ്ലോബ് ഫോഴ്സ് എന്ന കമ്പനി ജോലിക്കാരുടെ ഇടയിൽ നടത്തിയ സർവേയിലാണ് പകുതി ജോലിക്കാരും തങ്ങളുടെ കമ്പനികളുടെ ലാഭം വളരെ വർദ്ധിച്ചിട്ടും തങ്ങൾക്ക് അതിൽ നിന്നും പ്രത്യേക പ്രയോജനങ്ങൾ കിട്ടുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തെ മൂന്നാം പാദത്തിൽ അമേരിക്കൻ കമ്പനികൾ $1.75 ട്രില്യൺ ലാഭം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രയോജനം കമ്പനികളുടെ ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ലഭിച്ചത്. ചില കമ്പനികൾ സമർത്ഥരായ സാധാരണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തന്നെ നിർത്തലാക്കി. അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള 10 കമ്പനികളുടെ പട്ടികയിൽ എക്സോൺ മൊബൈൽ 1-ാം സ്ഥാനത്തും ആപ്പിൾ 2-ാം സ്ഥാനത്തും ഗൂഗിൾ 3-ാം സ്ഥാനത്തുമാണുള്ളത്. എക്സോൺ മൊബൈലിന് $410.02 ബില്യൺ ആസ്തിയും ആപ്പിളിന് $405.56 ബില്യണും ഗൂഗിളിന് $264.91 ബില്യൺ ആസ്തിയുമാണ് ഉള്ളത്. 10 കമ്പനികളുടെ പട്ടികയിൽ 9 അമേരിക്കൻ കമ്പനികളും 1 ചൈനയുടെ ഓയിൽ കമ്പനി പെട്രോ ചൈനയുമാണ്. ഈ കമ്പനിയുടെ ആസ്തി $236.88 ബില്യനാണ്. 2000-ൽ 1-ാം സ്ഥാനത്തായിരുന്ന മൈക്രോസോഫ്റ്റും GEയും ഇപ്പോൾ 7ഉം 6ഉം സ്ഥാനത്താണുള്ളത്. 1999-ൽ 9-ാം സ്ഥാനത്തായിരുന്ന ഇന്റൽ കമ്പനി ഇപ്പോൾ 48-ാം സ്ഥാനത്താണ്.
ഈ വർഷത്തെ സാമ്പത്തിക ബില്ലുകൾ പാസാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് നൽകി വരുന്ന സാമ്പത്തിക സഹായത്തിന്റെ നിലവിലുള്ള പലിശ നിരക്ക് നിലനിർത്തിയില്ലെങ്കിൽ അത് ഇരട്ടിയായി വർദ്ധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഗവൺമെന്റ് വായ്പകൾക്ക് 3.4% പലിശയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. ഗവൺമെന്റ് US ട്രഷറിയിൽ നിന്നും 2% പലിശയ്ക്ക് കടമെടുത്താണ് 3.4% നിരക്കിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. രാജ്യത്തെ 2000-ഓളം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോഴത്തെ പലിശ നിരക്ക് നിലനിർത്തണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു വിദ്യാർത്ഥി ബിരുദധാരിയായി തീരുമ്പോൾ ശരാശരി $27,000 ഗവൺമെന്റിൽ നിന്ന് സഹായം എടുക്കുന്നു. റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് പലിശ കൂട്ടണമെന്ന് വാദിക്കുമ്പോൾ ഡെമോക്രാറ്റുകൾ പലിശ നിരക്ക് നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു. ഉയർന്നുവന്ന ഓഹരി വിപണിയിലൂടെ അമേരിക്കയിലെ കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഈ വർധനവ് സാമ്പത്തിക മാന്ദ്യത്തിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ്. സ്പെക്ട്രം ഗ്രൂപ്പ് എന്ന സാമ്പത്തിക കമ്പനിയുടെ കണക്കനുസരിച്ച് ഇപ്പോൾ അമേരിക്കയിലെ 8.99% ആളുകളും $1 മില്യൺ മുകളിൽ അവരുടെ വീടുകളെ കൂടാതെ ആസ്തിയുള്ളവരാണ്. ഓഹരി വിപണിയിലെ വർധനവ് കൊണ്ടുള്ള പ്രയോജനം ധനികർക്കാണ് ലഭിച്ചത്. ഇവിടുത്തെ 10% ആളുകളാണ് 80% ഓഹരിയും കൈവശം ആക്കിയിരിക്കുന്നത്. ഇവിടെയുള്ള കോടീശ്വരരിൽ ഭൂരിപക്ഷവും റിട്ടയർ ചെയ്തവരും പ്രായം ചെന്നവരുമാണ്. US പോസ്റ്റ് ഓഫീസ് ശനിയാഴ്ചയിലെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിനായുള്ള തീരുമാനം താൽക്കാലികമായി മാറ്റിവെച്ചു. ഫെബ്രുവരിയിൽ നടന്ന ബോർഡ് മീറ്റിംഗിലാണ് ശനിയാഴ്ചയുള്ള തപാൽ വിതരണം നിർത്തലാക്കി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് $2 ബില്യൺ ലാഭിക്കാനാവുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തീരുമാനത്തിന് കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള എതിർപ്പാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ കാരണമായത്. നഷ്ടത്തിലോടുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കുന്നത് ഗവൺമെന്റ് ആണെന്നും അതുമൂലം പോസ്റ്റൽ ബോർഡ് അംഗങ്ങൾക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കാൻ അധികാരമില്ല എന്നും കോൺഗ്രസ് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ നഷ്ടം 15.9 ബില്യൺ ആയിരുന്നു. 5,20,000 ജോലിക്കാരുള്ള ഈ സ്ഥാപനം ഇപ്പോൾ ദിവസവും $25 മില്യൺ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം T-Mobile ഉപഭോക്താക്കൾക്കും ആപ്പിളിന്റെ ഐഫോൺ ഉപയോഗിക്കുവാൻ അവസരം. ഇനി മുതൽ ഐഫോണിന്റെ പുതിയ മോഡലുകൾ T-Mobileൽ ലഭിക്കുന്നതാണ്. ഇവിടുത്തെ 4ാമത്തെ വലിയ വയർലെസ് കമ്പനിയായ T-Mobileനെ ആപ്പിൾ അവരുടെ ഫോണുകൾ വിൽപ്പന നടത്താൻ അനുവദിച്ചിരുന്നില്ല. മറ്റ് പ്രമുഖ വയർലെസ് കമ്പനികളെക്കാൾ പ്രതിമാസ നിരക്ക് കുറവുള്ള T-Mobileന് ഐഫോൺ വിൽപ്പന നടത്താൻ സാധിക്കുന്നതോടെ AT&T, വെറൈസൺ തുടങ്ങിയ കമ്പനികളിൽ നിന്നും ഉപഭോക്താക്കൾ T-Mobileലേക്ക് വരുമെന്ന് കരുതപ്പെടുന്നു. സാധാരണയായി നൽകി വരുന്ന 2 വർഷത്തേക്കുള്ള കരാറിനു പകരം ഐഫോണുകൾ വാങ്ങി തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും T-Mobile ഒരുക്കിയിട്ടുണ്ട്. താരതമ്യേന വിലക്കുറവുള്ള വൈറ്റമിൻ B3 ഹൈ കൊളസ്ട്രോളിന്റെ ചികിത്സയ്ക്ക് വളരെ ഫലപ്രദമാണെന്ന് ഓർത്തോമോളിക്യുലർ മെഡിസിൻ ന്യൂസ് സർവീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. നിയാസിൻ എന്ന അറിയപ്പെടുന്ന ഈ മരുന്ന് 60 വർഷങ്ങളായി അമിത കൊളസ്ട്രോളിന്റെ ചികിത്സയ്ക്കായി ഉപയോഗിച്ചു വരുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന കൊളസ്ട്രോൾ മരുന്നുകളെ അപേക്ഷിച്ച് വൈറ്റമിൻ B നല്ല കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടുന്നതിനും കഴിവുള്ളതാണെന്ന് ടെക്സസ് ലബക്ക് ഗ്രേസ് ഹാർട്ട് ഹെൽത്ത് പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ബ്രേഡ്ലി പെയിൽ പറയുകയുണ്ടായി. ഈ മരുന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. US സ്പെല്ലിംഗ് ബി മത്സരത്തിന്റെ ഘടനയിൽ മാറ്റം വരുന്നു. ഇനി മുതൽ മത്സരാർത്ഥികൾക്ക് അവരോട് ചോദിക്കുന്ന വാക്കുകളുടെ സ്പെല്ലിംഗ് മാത്രമല്ല അവയുടെ അർത്ഥവും വിശദീകരിക്കണം. 2002 മുതൽ പ്രാരംഭ മത്സരങ്ങളിൽ വാക്കുകളുടെ സ്പെല്ലിംഗ് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ഈ മാറ്റം മൂലം സ്പെല്ലിംഗ് മാത്രമല്ല വാക്കുകളെക്കുറിച്ചുള്ള അറിവും കൂടുന്നതിന് സഹായിക്കുമെന്ന് സ്പെല്ലിംഗ് ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പേജ് കിംബൽ അറിയിച്ചു. മെയ് മാസം 22 മുതൽ 30 വരെ നടക്കുന്ന മത്സരത്തിൽ 281 മത്സരാർത്ഥികളാണ് പങ്കെടുക്കുക. ഓക്ലഹോമ ഹിന്ദു മിഷന്റെ ആഭിമുഖ്യത്തിൽ ഓക്ലഹോമ ഹിന്ദു ടെമ്പിളിൽ വെച്ച് വിഷു ആഘോഷിക്കുകയുണ്ടായി. പരമ്പരാഗതമായ വിഷുക്കണി ഒരുക്കി നടത്തിയ ആഘോഷങ്ങൾക്ക് ബിന്ദു ജയപ്രകാശ്, ശ്രീജ സുഗുണൻ, ശ്രീപിള്ള, സിമി ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സെക്രട്ടറി സുഗുണൻ കുഞ്ഞിരാമൻ വിഷു ആശംസയും വിഷു കൈനീട്ടവും നൽകി. തുടർന്ന് പ്രശസ്ത കർണാട്ടിക് സംഗീതജ്ഞ ഡോക്ടർ നിർമ്മല സുന്ദരരാജന്റെ സംഗീത കച്ചേരിയും നടക്കുകയുണ്ടായി.
കൈരളി TV USA അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാരെയും തേടുന്നു. വടക്കേ അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രോഗ്രാമുകൾ നടത്തുവാനും ന്യൂസ് ബ്യൂറോകൾ നടത്തുവാനും താല്പര്യമുള്ളവർ ജോസ് കടാപ്പുറം 914-954-9586, കൈരളി tvny@gmail.com, ജോസ് ക്ലാക്കട്ട് usatvnews@gmail.com എന്നീ ഇമെയിൽ അഡ്രസ്സുകളിലോ ബന്ധപ്പെടുക. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.